കീം 2025 എക്സാമിന് ഇനി ജസ്റ്റ് ഒരു മാസമേ ഉള്ളൂ. പീക്ക് ടൈം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹോട്ട് സോണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഉള്ള കുറച്ച് ദിവസങ്ങൾ എന്തൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? അതിൽ ഒന്നാമത്തെ ടിപ്പാണ് സോഷ്യൽ മീഡിയ ഉപയോഗം അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ഉപയോഗം. അത് നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ചാനൽ, അതുപോലെ തന്നെ കീം സ്പെസിഫിക് ആയിട്ടുള്ള ചാനൽസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ ഒരുപാട് നല്ല ചാനൽസ് ഉണ്ട്. ബ്രില്യന്റ്, സൈലം തുടങ്ങി കുറേ നല്ല ചാനൽസ് ഉണ്ട്. വേദാന്തു കീം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നല്ല ചാനൽസ് ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുക. അല്ലാതെ വെറുതെ സമയം കളയുന്ന പരിപാടി, ബ്രെയിൻ റോട്ട് ആക്ടിവിറ്റീസ് ഒഴിവാക്കുക. ഓക്കെ, സ്കിബിഡി ഒഹായോ അതൊക്കെ നമുക്ക് വേണ്ട. ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, ഫേസ്ബുക്ക് ഒന്നും നിങ്ങൾ ഉപയോഗിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയും വൈബൗട്ട് ആയിട്ടില്ല. അപ്പോൾ എഫക്റ്റീവ് യൂസ് ഓഫ് ഇന്റർനെറ്റ്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇന്റർനെറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി ടൈം, ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി ഏരിയ. അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. നിങ്ങളുടെ സ്റ്റഡി ഏരിയ ഒരു ക്ലിയർലി ഡിഫൈൻഡ് സ്പേസ് ആയിരിക്കണം. ഇപ്പം നിങ്ങൾ കാണാവുന്നത് എൻ്റെ ഒരു സെറ്റപ്പാണ്. ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ലാപ്ടോപ്പ്, പേപ്പർ, പേന, കുടിവെള്ളം, ബുക്സ്, പത്രം. മൊബൈൽ ഫോണൊന്നും അടുത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ വെച്ചിട്ടില്ല, കാരണം മൊബൈൽ ഫോണിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. ഫോക്കസ്ഡ് ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള, നീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ നിങ്ങൾ സെറ്റപ്പ് ചെയ്യുക എത്രയും പെട്ടെന്ന്. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കുഞ്ഞി പ്രൊമോഷൻ ഉണ്ട്. ഒരു 1.5 മിനിറ്റ്. നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ, ഗേറ്റിനെ കുറിച്ചിട്ടാണേ, അത് കാണാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ 1.5 മിനിറ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എന്തായാലും ഒന്ന് പോയിട്ട് വരും. ഹോളി ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഗേറ്റ് വാല അവരുടെ പുതിയ ബാച്ചുകളിൽ വലിയ ഡിസ്കൗണ്ടുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ബാച്ചസ് നമുക്ക് നോക്കാം. വിജയ് ഗേറ്റ് 2026 റാങ്ക് ഇംപ്രൂവ്മെൻറ്റ് ബാച്ച്, പരാക്രം 2.0 2026 ബാച്ച്, ശ്രേഷ്ഠ് 2.0 ഗേറ്റ് 2027 ഇംഗ്ലീഷ് ബാച്ച്, പരാക്രം 2026 ESE ഗേറ്റ് ആൻഡ് PSUs ബാച്ച് B, ശ്രേഷ്ഠ് 2027 ESE ഗേറ്റ് ബാച്ച് D, പരാക്രം 2026 PSU ഗേറ്റ് പ്ലേസ്മെൻറ്റ് പ്രിപ്പറേഷൻ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT ബാച്ച് B, ശ്രേഷ്ഠ് 2027 ഗേറ്റ് PSU പ്ലേസ്മെൻറ്റ്സ് ബാച്ച് D, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT, ശ്രേഷ്ഠ് ഗേറ്റ് 2027 ബാച്ച് B ഫോർ കെമിക്കൽ. ഇതിൻ്റെയൊക്കെ ഓഫർ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാം. മറ്റൊന്ന് ഗേറ്റ് ഖസാന ബാച്ചസ് ആണ്. 2026 ആൻഡ് 2027 ബാച്ചസ്. ഇവരുടെ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ അവൈലബിൾ ആണ്. ഇനി ഈ ബാച്ചുകളുടെ കോർ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലെക്ചർ ആൻഡ് ടെസ്റ്റ്, പ്ലാനർ, മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സസ്, ഗേറ്റ് മോഡലിലുള്ള ക്വസ്റ്റ്യൻസ്, ലൈവ് ഡിസ്കഷൻസ്, ഡൗട്ട് എൻജിൻ, റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റുകൾ, PYQ ഫോമാറ്റിലുള്ള വീഡിയോ സൊല്യൂഷൻസ്, ESE ഗേറ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ്. ഇതൊക്കെയാണ് അവരുടെ കോർ ഫീച്ചേഴ്സ്. പിന്നെ പ്രീവിയസ് ഇയർ ബുക്സും അവൈലബിൾ ആണ്. ഇത് 16 ഇയേഴ്സ് ഓഫ് ഡേറ്റയാണ് ഈ ബുക്സിലുള്ളത്. അതുപോലെ തന്നെ QR എംബഡഡ് വീഡിയോ സൊല്യൂഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബുക്സ് അവൈലബിൾ ആണ്. നമ്മുടെ കൂപ്പൺ കോഡ് AR500 ഉപയോഗിക്കാൻ മറക്കണ്ട. മൂന്നാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ പഠിത്തമാണ്. എന്തൊക്കെ പറഞ്ഞാലും, സ്റ്റഡി സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങൾ എത്ര വീഡിയോ കണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങളായിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നിങ്ങളായിട്ട് ഇരുന്ന് ഫോക്കസ്ഡ് സ്റ്റഡി നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലേ നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ പഠിക്കുന്നത് വെറുതെ ഇരുന്ന് പഠിക്കുന്നതല്ല. ഓരോ എക്സാമിനും അതിൻ്റെതായ സ്റ്റെപ്സ് ഉണ്ട്. നിങ്ങൾ ബോർഡ് എക്സാമിന് എഴുതുന്നത് പോലെ അല്ല കീം എക്സാമിനോ JEE എക്സാമിനോ നീറ്റ് എക്സാമിനോ എഴുതേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക, ഡയറക്റ്റ്ലി സോൾവ് ചെയ്യുക. ഇനിയിപ്പം ഒരു മാസമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്കിനി ഒന്നേന്ന് പഠിച്ചു തുടങ്ങാനൊന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു, സോൾവ് ചെയ്യുന്നു. അപ്പം നമുക്ക് മനസ്സിലാവും ഞാൻ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. നിങ്ങളുടെ ലെവൽ വളരെ കുറവാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, നിങ്ങൾ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, ക്ലിയർ ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് സോൾവ് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പോയി അതിന്റെ സൊല്യൂഷൻ നോക്കി അത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് മനസ്സിലാക്കി ആൻസർ പഠിക്കല്ല, കോൺസെപ്റ്റ് പഠിച്ചിട്ട് തിരിച്ചു വന്ന് ചെയ്യാം. അതാണ് എക്സാക്ട് സ്റ്റഡി മെത്തേഡ്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെത്തേഡ് അതാണ്. ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏതാ ടോപ്പിക്കിൽ നിന്നാണോ ആ ക്വസ്റ്റ്യൻ അത് പഠിച്ചിട്ട് തിരിച്ചു വന്ന് ചെയ്യുന്നു. ഇതാണ് എക്സാക്ട് സ്റ്റെപ്പ്. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ, ഇനി ഒരു മാസമുള്ള സ്ഥിതിക്ക് ആദ്യത്തെ ഒരു 2-3 ആഴ്ച നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അത്.
പിന്നെ വരുന്നതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ട്രിക്സ്. അത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ചില ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് തെറ്റായിരിക്കും. അവനെ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നിങ്ങൾക്കൊരു 1-2 ഓപ്ഷൻസ് തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. പക്ഷെ ഒരേ ഒരു പ്രശ്നം നിങ്ങൾ തപ്പി കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അതെനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റൂല. നിങ്ങൾ തന്നെ ഇരുന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, സെർച്ച് ചെയ്യുന്ന കുട്ടിക്ക് മാർക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് പോയിന്റ് നമ്പർ 3 എന്ന് പറയുന്നത്. ഫോക്കസ്ഡ് ആയിട്ടുള്ള വർക്ക്. എത്ര വർക്ക് നമ്മൾ ഇടുന്നോ അത്രയും റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നത്തിങ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക് ഇൻ വർക്ക് ഇൻ ജനറൽ. ഓക്കെ, വെറുതെ ഇരിക്കുന്നവൻ എന്തായാലും കിട്ടൂല പോയിന്റ്. വെറുതെ ഇരിക്കുന്നവൻ എന്തായാലും ഒന്നും കിട്ടൂല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിന്റെ ഗുണം നമുക്ക് എന്തായാലും ഉണ്ടാവും. അതാണ് പോയിന്റ് നമ്പർ 3. പണിയെടുക്കൂ, വിജയിക്കൂ. ഓക്കെ, അടുത്തത് എന്താ? പോയിന്റ് നമ്പർ 4 എന്ന് പറയുന്നത് എന്ത് പണിയായാലും പക്കമായിട്ട് പ്ലാൻ ചെയ്ത് പണണം. നിങ്ങൾ ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ വീക്ക് എന്ന് മനസ്സിലാക്കുക. ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് കൂടുതൽ പഠിക്കണോ? അല്ല, ഒഴിവാക്കുക. സമയമില്ല നമ്മുടെ കയ്യിൽ. പകരം നിങ്ങൾ ഏത് മേഖലയിലാണ് നിങ്ങൾ സ്ട്രോങ്, അത് കൂടുതൽ സ്ട്രോങ് ആക്കുക. അതിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും ചെയ്യണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ കെമിസ്ട്രി ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ, അങ്ങനെയാണെങ്കിൽ കെമിസ്ട്രിയിലുള്ള ചോദ്യം നിങ്ങൾ ചെയ്തേ പറ്റൂ. ഓക്കെ, അല്ലാതെ ഇപ്പോ ഞാൻ ഒരുപാട് ഓക്കെ പറയുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്റെ ഇപ്പൊ വീഡിയോ എടുക്കുന്നതിൽ കുറച്ചാളായി വീഡിയോ എടുത്തിട്ട് ഓക്കെ എന്ന് ഞാൻ പറയാൻ നിങ്ങൾ വിചാരിക്കും, പക്ഷെ പറയൂല. കാരണം എന്റെ വീക്ക്നെസ് എനിക്ക് മനസ്സിലായി. ഞാൻ കുറെ പ്രാവശ്യം എന്ത് പറയുന്നുണ്ട്, ഓക്കെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഒരുപാട് സമയം ഒരേ ക്വസ്റ്റ്യനിൽ ഇടുന്നുണ്ടാവാം. നിങ്ങൾക്ക് എന്നിട്ട് ആൻസർ കിട്ടാത്തപ്പോൾ നിങ്ങൾ ഡിപ്രസ്ഡ് ആവുന്നുണ്ടാവാം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ തന്നെ എക്സാംസ് എഴുതിയേ പറ്റൂ. ഇതിനായിട്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതുക. കൃത്യമായിട്ട് 3 മണിക്കൂർ. ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാനൊക്കെ എഴുതുന്ന സമയത്ത് 2 ദിവസമായിരുന്നു പരീക്ഷ. ആദ്യത്തെ ദിവസം ഫിസിക്സും കെമിസ്ട്രിയും, രണ്ടാമത്തെ ദിവസം മാത്സ്. 3 മണിക്കൂർ ഉണ്ടായിരുന്നു. അതോ 2.5 ഉണ്ടായിരുന്നു, മറന്നുപോയി. 2019 അല്ലേ. അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക്നെസ് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആക്ച്വൽ എക്സാം സിമുലേറ്റ് ചെയ്യണം. എത്ര മണിക്കൂറാണോ എക്സാം, അതേ സമയം അത്രയും ഡ്യൂറേഷൻ നിങ്ങൾ ഇരുന്ന് എക്സാംസ് എഴുതണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കും എന്തൊക്കെയാണ് എൻ്റെ വീക്ക്നെസ്, ഏതൊക്കെ സബ്ജക്റ്റിലാണ് ഞാൻ സ്ട്രോങ്, ഏതൊക്കെ സബ്ജക്റ്റിലാണ് ഞാൻ വീക്ക്, എങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് ഗസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതിയേ പറ്റൂ. പീരിയഡ്. നിങ്ങൾ പരീക്ഷ എഴുതിയേ പറ്റൂ. 1 മാസമേ ബാക്കിയുള്ളൂ. അപ്പോ നമ്മുടെ 4ാമത്തെ പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നിങ്ങൾ അനലൈസ് ചെയ്യുക. എങ്ങനെ അനലൈസ് ചെയ്യാം? എക്സാംസ് എഴുതി അനലൈസ് ചെയ്യാം. ഇനി ഇത് കണ്ടുപിടിച്ച ശേഷം സ്ട്രെങ്ത്തിനെ കൂടുതൽ സ്ട്രെങ്ത് ആക്കുക. നിങ്ങൾ ഈ എക്സാം നോക്കിക്കഴിഞ്ഞാൽ മാത്സിനാണ് കൂടുതൽ വെയിറ്റേജ്. മാത്സ് ആണ് നിങ്ങളുടെ സ്ട്രെങ്ത് എങ്കിൽ സൂപ്പർ. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും. ഇനി മാത്സ് അല്ല നിങ്ങളുടെ സ്ട്രെങ്ത് എങ്കിലും സൂപ്പർ, പ്രശ്നമൊന്നുമില്ല മാത്സിൽ. അപ്പൊ നിങ്ങൾക്ക് പ്രഷർ ഇല്ല, മാത്സ് ഫുള്ള് സോൾവ് ചെയ്യണം എന്നുള്ള പ്രഷർ അങ്ങ് പോയി. മാത്സിൽ നിങ്ങൾ സ്കിം ത്രൂ ചെയ്യുക, അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്യുക. ഈസി ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ ഈ കീം എക്സാം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള എക്സാമാണ്. നമ്മുടെ കേരള സർക്കാർ നടത്തുന്ന പരീക്ഷയാണ്. അപ്പൊ അതില് കുറെ ക്വസ്റ്റ്യൻസ്, ഒരു 50% ഈസി ക്വസ്റ്റ്യൻസും 30% മോഡറേറ്റ് ക്വസ്റ്റ്യൻസും 20% ഹാർഡ് ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടാവുക. പൊതുവെ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. പക്ഷേ ഈസി ക്വസ്റ്റ്യൻസ് അവർ ഫ്രെയിം ചെയ്യുന്ന രീതി വായിച്ചു കഴിയുമ്പോൾ ഒറ്റ വായനയിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്നിരിക്കില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കത്തും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ്, പ്ലീസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുക്കൂ. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുക്കൂ. കൃത്യമായിട്ട് ഇരുന്ന് സോൾവ് ചെയ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡി ഏരിയ ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് വേറെ ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ സോൾവ് ചെയ്യൂ. ഡെയിലി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ പറ്റി,
അതായത് 2.5 മണിക്കൂർ 3 മണിക്കൂർ എത്രയാണെന്ന് വെച്ചാൽ ആ സമയം കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്യുകയും അതിൽ നിന്ന് നിങ്ങൾ തെറ്റിയ ചോദ്യങ്ങൾ പോയി തിരിച്ചു വന്ന് മനസ്സിലാക്കി വീണ്ടും അത് സോൾവ് ചെയ്യുകയും ചെയ്താൽ ഞാൻ ഗ്യാരണ്ടി, നമ്മുടെ ചാനൽ ഗ്യാരണ്ടി, നിങ്ങൾക്ക് കിട്ടാവുന്ന റാങ്ക്, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു 10,000 റാങ്ക് കിട്ടേണ്ടിയിരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ റാങ്ക് ബിലോ 4,000 അല്ലെങ്കിൽ 3,000 ആയിരിക്കും. ഉറപ്പ്, നമ്മുടെ ചാനൽ ഗ്യാരണ്ടി. കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ഇതിന് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ഡെഡിക്കേഷൻ, ഒന്ന് കൺസിസ്റ്റൻസി. നമ്മുടെ ജനറേഷന് ഇല്ലാത്ത 2 കാര്യങ്ങളാണ് ഡെഡിക്കേഷനും കൺസിസ്റ്റൻസിയും. ജയിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം ഈ 2 കാര്യങ്ങൾ മതി. എല്ലാ ദിവസവും നോ മാറ്റർ വാട്ട്, എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതിൽ എക്സ്ക്യൂസ് ഒന്നുമില്ല. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. കീം എക്സാം മേക്കേഴ്സ് ഇനി ഇടാൻ ക്വസ്റ്റ്യൻസ് ഇല്ല, കാരണം എല്ലാ ക്വസ്റ്റ്യൻസും പണ്ട് തൊട്ടേ ഇട്ട് വന്നു കഴിഞ്ഞു. ഇനി ആകെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഈസ് വാസാക്കുകയും ആൻഡ് ഓറാക്കുകയും അങ്ങനെ ഗ്രമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുള്ളൂ. കാരണം എല്ലാം വന്നു കഴിഞ്ഞതാണ്, ക്വസ്റ്റ്യൻസ് എല്ലാം വന്നു കഴിഞ്ഞതാണ്, കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. സിലബസിൽ എന്തുണ്ടോ അതേ വരൂ. അപ്പോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുകയും അതിന്റെ സൊല്യൂഷൻ മനസ്സിലാക്കി അനലൈസും കൂടെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ അടുത്ത 1 മാസത്തേക്ക് ഷുവർ ഷോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ ആഗ്രഹിക്കുന്ന ബ്രാഞ്ച് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇത് ഞാൻ ചെയ്തതാണ്. ഞാൻ കീം എക്സാം എഴുതിയ സമയത്ത് ചെയ്തത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ +1 +2 അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എനിക്ക് കോൺസെപ്റ്റ് അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യേണ്ടത് എന്താണ്, കീം എക്സാം എങ്ങനെയാണ്, കീം എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അപ്പൊ അതിനുവേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നു, എത്ര മാർക്ക് കിട്ടി നോക്കുന്നു, ഇതിനകത്ത് നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് നോക്കുന്നു. അത്രേ ഉള്ളൂ. വെരി 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 സിമ്പിൾ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഹോണസ്റ്റ്ലി ഞാൻ പറയട്ടെ, ഞാൻ പുതിയതായിട്ട് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നമുക്കൊരു മാജിക്കും ഇല്ല ഇതില്, ഒരു തന്ത്രമോ മന്ത്രമോ ഒന്നുമില്ല. ജസ്റ്റ് കോമൺ സെൻസ്. പഠിച്ചാൽ മാർക്ക് കിട്ടും. 2, പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ്. പ്രാക്ടീസ് ചെയ്യുന്നതിന് കൂടുതൽ ട്രിക്സ് എന്തായാലും അറിയായിരിക്കും. ഈ ട്രിക്സ് എന്ന് പറയുന്നത് ചില ആൾക്കാർ വിചാരിക്കും ഈ ഉഡായിപ്പ് എന്നൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോക്ക് ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്, എന്തോ വലിയ സംഭവം നമ്മൾ ഈ വീഡിയോ കണ്ടാൽ അപ്പം തന്നെ കിട്ടും എന്നല്ല. ഇതെല്ലാം വരുന്നത് എത്രത്തോളം നമ്മൾ ഇൻവോൾവ്ഡ് ആയി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ആ ഒരു ടെക്നിക്സ് കിട്ടും. ഓരോ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ അത് നോട്ട് ചെയ്ത് വെക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത്, അടുത്ത പ്രാവശ്യം അതേ പാറ്റേണിൽ വരുമ്പോൾ അവന് മനസ്സിലാവും, ബ്രെയിനിന് മനസ്സിലാവും ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള സാധനമാണ്. ഓക്കെ, അപ്പോ നത്തിങ് ന്യൂ അബൌട്ട് ദാറ്റ്. നമുക്കറിയാം ഇങ്ങനെയാണ്, ഇത് വന്നാൽ ഇങ്ങനെയാണ്. പക്ഷെ അത് നമ്മുടെ ബ്രെയിൻ അറിയണമെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം അത് ചെയ്ത് നോക്കണ്ടേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പവർ നമുക്ക് വേണം, ഫുൾ പവർ, കില്ലർ മോഡ്, അറ്റാക്ക് മോഡിൽ പഠിച്ചു തുടങ്ങിയോ. വിജയം നമ്മുടെ ഒപ്പം.